Hello dear students, today let us discuss first a few theorems in the section 4.3. The Lebesgue integral of a measurable non-negative function. So we already defined the Lebesgue integral of simple functions, bounded measurable functions, all such things. So here we are going to define the Lebesgue integral of a measurable non-negative function. A measurable function f on E is said to vanish outside a set of finite measure provided there is a subset E naught of E with measure of E naught is finite and f naught if is identically equal to 0 on E difference E naught. അപ്പോൾ വാനിഷ് ഔട്ട്സൈഡ് എ സെറ്റ് ഓഫ് ഫൈനൈറ്റ് മെഷർ എന്ന് പറഞ്ഞാൽ എന്താ ഒരു ദർ ഷുഡ് എക്സിസ്റ്റ് എ സബ്സെറ്റ് ഓർ ഒരു മെഷറബിൾ സെറ്റ് വിത്ത് ഫൈനൈറ്റ് മെഷർ, അതാണ് ഇ നോട്ട് എന്ന് പറഞ്ഞത്. മാത്രമല്ല ഇ നോട്ടിൻ്റെ പുറത്ത് ത്രൂ ഔട്ട് അത് ഐഡൻറ്റിറ്റിക്കലി 0 ആവുകയാണെങ്കിൽ നമ്മൾ മെഷറബിൾ ഫംഗ്ഷൻ സെറ്റ് ടു ബി വാനിഷ് ഔട്ട്സൈഡ് എ സെറ്റ് ഓഫ് ഫൈനൈറ്റ് മെഷർ എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് സെൻറ്റൻസ് ശ്രദ്ധിക്കുക. എ ഫംഗ്ഷൻ ദാറ്റ് vanishes outside a set of finite measure has finite support. അപ്പോൾ ഹാസ് ഫൈനൈറ്റ് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഫൈനൈറ്റ് മെഷറുള്ള സെറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ള മീനിങ് അവിടെ അണ്ടർസ്റ്റുഡ് ആണ്. ആൻഡ് ഡിഫൈൻ ഇറ്റ്സ് സപ്പോർട്ട് ടു ബി എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ എഫ് ഓഫ് എക്സ് 0 അല്ലാത്ത തരത്തിലുള്ള ഈ ഇലമെൻസിനാണ് സപ്പോർട്ടായിട്ട് ഡിഫൈൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവിടുത്തെ ഈ നോട്ടത്തെ എല്ലാ എലമെൻസും വരുമോ? പറയാൻ പറ്റില്ല അല്ലേ, കാരണം ഈ നോട്ടിനകത്ത് 0 ഉണ്ട് ഉള്ള എലമെൻ്റ് ഉണ്ടോ ഇല്ലാത്ത എലമെൻ്റ് ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. ഓക്കെ, എഫ് ഓഫ് എക്സ് ഈ നോട്ടിന് പുറത്ത് 0 ആണെന്ന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഈ ഡിഫറൻസ് ഈ നോട്ടത്തെ എലമെൻ്റ് എന്നും എന്തായാലും സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 വരില്ല. ഓക്കെ, ഇനി ഈവൻ ഇഫ് ദിസ് മെഷർ ഓഫ് ഇ ഈക്വൽ ടു ഇൻഫിനിറ്റി, ഇഫ് എഫ് ഇസ് ബൗണ്ടഡ് ആൻഡ് മെഷറബിൾ ഓൺ ഇ but has finite support, then we can define the integral over E by integral over f over E is equal to integral f over E naught, where E naught has finite measure and f is identically 0 on E difference E naught. Okay, then we can define the Lebesgue integral of a non-negative measurable function. So if f is a non-negative measurable function on E, then integral of f over E by supremum integral over h over E such that this h is bounded, measurable and of finite support such that they are non-negative ആയിരിക്കണം അല്ലേ. h is greater than or equal to 0 and h is less than or equal to f. So f-നേക്കാട്ടിലും ചെറിയ ബൗണ്ടഡ് മെഷറബിൾ ആൻഡ് ഫൈനൈറ്റ് സപ്പോർട്ടുള്ള എന്താ പറയുക മെഷറബിൾ സബ്സെറ്റ്സിൻ്റെ അല്ലേ ബൗണ്ടഡ് മെഷറബിൾ ഫങ്ഷൻസിൻ്റെ കളക്ഷൻ എടുത്ത് അതിൻ്റെ ഇൻറ്റഗ്രലിൻ്റെ സുപ്രീമം വാല്യൂ ആണ് ഇൻറ്റഗ്രൽ എഫ് ഓവർ ഇ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ചെബിഷീസ് ഇനീക്വാളിറ്റി. ലെറ്റ് എഫ് ബി എ നോൺ നെഗറ്റീവ് മെഷറബിൾ ഫങ്ഷൻ ഓൺ ഇ, then for any lambda greater than 0, lambda is positive, measure of x belongs to E such that f of x greater than or equal to lambda is less than or equal to 1 by lambda integral f over E. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് ആവശ്യമുണ്ട്. ഓരോ സ്റ്റെപ്പ് വരുമ്പോൾ പറയാം കേട്ടോ. ഓക്കെ, നമുക്ക് ഇതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി ഈ സെറ്റിനെ നമ്മൾ ഈ ലാംഡ എന്ന് ഡിനോട്ട് ചെയ്യാൻ പോവാണ്. E lambda is equal to set of all x belongs to f of x greater than or equal to lambda. രണ്ട് കേസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എം ഓഫ് ഇ ലാംഡ ഈക്വൽ ടു ഇൻഫിനിറ്റി ആൻഡ് ദ സെക്കൻഡ് കേസ് എം ഓഫ് ഇ ലാംഡ മെഷർ ഓഫ് ഇ ലാംഡ ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസ് മെഷർ ഓഫ് ഇ ലാംഡ ഇൻഫൈനൈറ്റ് ആണെങ്കിൽ അല്ലേ, അങ്ങനെയാണെങ്കിൽ നമ്മൾ വേറൊരു സെറ്റ് ഡിഫൈൻ ചെയ്യാൻ പോവാണ് ഇ ലാംഡ എൻ such that E lambda intersection minus n. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിയേ. ഈ ലാംഡ 1 ആണെങ്കിൽ ലാംഡ കോമ 1 ആണെങ്കിൽ ഈ ലാംഡ ഇൻ്റർസെക്ഷൻ -1 1 വരും, ശരിയല്ലേ. ഈ ലാംഡ എന്ന് പറയുന്നത് ഈ ലാംഡ നമ്മളിങ്ങനെയാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്, എക്സ് ബിലോങ്സ് ടു ഇ അല്ലേ.
എഫ് എന്ന് പറയുന്നത് മെഷറബിൾ ഫംഗ്ഷൻ ഓൺ ഇ ആണ്. സോ എക്സ് ബിലോങ്സ് ടു എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ലാംഡ എന്ന് പറയുന്ന സെറ്റ് മെഷറബിൾ ആയിരിക്കും അല്ലേ, മെഷറബിളിൻ്റെ കണ്ടീഷൻ അനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ ഈ ലാംഡ മെഷറബിൾ ആണ്. ഇനി ഓരോ ക്ലോസ്ഡ് ഇൻ്റർവലും എന്താണ്, മെഷറബിൾ സെറ്റ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഇൻ്റർസെക്ഷൻ, ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റ് മെഷറബിൾ ആയതുകൊണ്ട് ഓരോ ഈ ലാംഡ എന്നും മെഷറബിൾ ആണ്. ഓക്കെ ആണല്ലോ, ഓരോ ഈ ലാംഡ എന്നും മെഷറബിൾ ആണ്. മാത്രമല്ല ഇൻ്റർസെക്ഷൻ ഇങ്ങനെ മൈനസ് എൻ എന്ന് വരുന്നത് കൊണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ എലമെൻറ്റ്സ് ബൗണ്ടഡ് ആയിട്ട് വരും. ഓക്കെ, ഇനി നമ്മളൊരു സൈ എൻ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ലാംഡ ഇൻറ്റു കൈ ഈ ലാംഡ എൻ. ഇതെന്താണ്, ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനാണ്. ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻസിന് 2 വാല്യൂ വരുള്ളൂ, ഒന്നുകിൽ 1 അല്ലെങ്കിൽ 0. അതായത് എക്സ് ബിലോങ്സ് ടു ഈ ലാംഡ എൻ ആണെങ്കിൽ 1 വരും, അല്ലെങ്കിൽ എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു ഈ ലാംഡ എൻ ആണെങ്കിൽ വാല്യൂ എന്ത് വരും, 0 എന്ന് വരും. അതായത് സൈ എൻ അസ്യൂം ചെയ്യുന്നത് 2 വാല്യൂസ് മാത്രമേ ഉള്ളൂ, 1ഉം 0യും. സോ അത് ബൗണ്ടഡ് ആണ് അല്ലേ. ഇനി ഈ ലാംഡ എൻ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ മെഷറബിൾ സെറ്റാണ്. സോ കൈ ഇ എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഡിഫൈൻ ഓൺ എ മെഷറബിൾ സെറ്റാണ്. അതുകൊണ്ട് കൈ ഇ ലാംഡ എൻ മെഷറബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ ലാംഡ എൻ മെഷറബിൾ ആയതുകൊണ്ടാണ് അത് ഇൻക്ലൂഡ് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ മെഷറബിൾ ആയത്. അപ്പോൾ കൈ ഇ ലാംഡ എൻ മെഷറബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്കാലാർ മൾട്ടിപ്പിൾ ആണ് സൈ എൻ എന്ന് പറയുന്നത്. സോ സൈ എൻ മെഷറബിൾ ആണ്. സൈന് 2 വാല്യൂ അസ്യൂം ചെയ്യുന്നുള്ളൂ. ഏതൊക്കെയാണ്, ലാംഡ ഇൻറ്റു 1ഉം ലാംഡ ഇൻറ്റു 0യും. അതായത് ലാംഡയും 0 മാത്രമേ അത് അസ്യൂം ചെയ്യുന്നുള്ളൂ. അത് ബൗണ്ടഡ് ആണ്. ഓക്കെ, ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ ഓഫ് ഫൈനൈറ്റ് സപ്പോർട്ട്. ഓക്കെ, അതായത് ലാംഡ അല്ലാത്ത 2 തരത്തിലാണ് അല്ലേ. ഇതിനകത്ത് ഈ ലാംഡ എന്നിലല്ലാത്ത ഏത് എക്സ് എടുത്താലും ഫൈ എൻ എന്താണ്, ഫൈ എന്ന് പറയുന്നത് ഐഡൻറ്റിക്കലി 0 ആണ്. നമ്മൾ നേരത്തെ ഒരു ഇ നോട്ട് കണ്ടില്ലേ, അതുപോലെ ഇവിടെ ഏതാ വാല്യൂ വരുന്നത്, ഈ സെറ്റ് വരുന്നത് ഈ ലാംഡ എൻ. അപ്പോൾ ഈ ലാംഡ എന്നിന് പുറത്ത് ഏത് എലമെൻ്റ് എടുത്താലും എന്ത് വരും, ഈ അതിൻ്റെ ഫൈ എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 വരും. മാത്രമല്ല ഇൻ്റർസെക്ഷൻ ഒരു ബൗണ്ടഡ് ഇൻ്റർവെല്ല് വരുന്നത് കൊണ്ട് ഇറ്റ്സ് എ ബൗണ്ടഡ്, ഓക്കെ, ബൗണ്ടഡ് മെഷറബിൾ സെറ്റ് ഓഫ് ഫൈനൈറ്റ് സപ്പോർട്ട്. അപ്പോൾ ഇതിൻ്റെ മെഷർ എന്തായാലും എൻ ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലാത്ത കേസിലൊക്കെ അതൊരു ഫൈനൈറ്റ് മെഷർ ആയിരിക്കും. ഓക്കെ, ഇനി ഈ ഭാഗം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ. ഇൻ്റഗ്രൽ. അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളെങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്, ഒരു കളക്ഷൻ ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ലെമ്മ 1 ആയിരുന്നു. കളക്ഷൻ ഈ കെ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഒരു ഡിസ്ജോയിൻറ്റ് കളക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റ്സ് ആണെങ്കിൽ, ആൻഡ് ഫൈ ഈസ് ഈക്വൽ ടു, ക്ലോസ് ചെയ്യാം, ഇവിടെ എഴുതാം, എന്തായിരുന്നു, ഇഫ് കളക്ഷൻ ഇ ഐ അല്ലെങ്കിൽ ഇ കെ ഏരിയയിലാവട്ടെ, ഇ ഐ 1 to n be a finite disjoint collection of measurable subsets of a finite measure, then if phi is equal to sigma ai chi ei on e, then നമുക്കറിയാവുന്നത് എന്തായിരുന്നു, ഇൻറ്റഗ്രൽ ഓഫ് phi is equal to sigma 1 to n ai measure of ei. ഇങ്ങനെ റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ. ഇവിടുത്തെ കേസ് നോക്കിയാൽ ഫൈ എന്നിൽ ആകെ ഒരെണ്ണേ ഉള്ളൂ. ഇവിടെ ഇതിൻ്റെ മീനിങ് എന്താ, A1 ഫൈ എന്ന് പറഞ്ഞത് A1 കൈ E1 പ്ലസ് A2 കൈ E2 പ്ലസ് A3 കൈ E3 പ്ലസ് എക്സിട്ര എന്നാണെങ്കിൽ സിഗ്മ എ ഐ ഇൻറ്റു മെഷർ ഓഫ് ഇ ഐ എന്നാണ്. ഇവിടെ സൈനിൻ്റെ കേസിൽ ഒറ്റ സമയമുള്ളൂ, ഇത് ലാംഡ ഇൻറ്റു കൈ ഇ ലാംഡ എൻ അല്ലേ. അപ്പോൾ ഈ കൈ ഇയുടെ പ്ലേസിൽ ഒന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇൻറ്റഗ്രൽ ഫൈ എൻ എന്തായിരിക്കും വരിക, സിഗ്മ, ഇവിടെ സിഗ്മയ്ക്ക് പകരം ഇവിടെ സിഗ്മ 1 to n ആയതുകൊണ്ടാണ് സിഗ്മ, ഒറ്റ ടേം ആണെങ്കിൽ ആ ടേം മാത്രമേ വരുള്ളൂ അല്ലേ. എ ഐ ഇൻറ്റു മെഷർ ഓഫ് ഇ ഐ ആണ്, കൈ ഡിഫൈൻ ചെയ്യുന്ന ആ സെറ്റിൻ്റെ മെഷറാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ വരിക, ഇവിടെ വരിക ഇൻറ്റഗ്രൽ സൈ എൻ ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു മെഷർ ഓഫ് ഇ ലാംഡ എന്ന് വരും. ഓക്കെ, ഇതാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ആൻഡ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓൺ ഇ ഫോർ ഓൾ എൻ. സൈ എൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് സൈ എൻ പോസിറ്റീവ് ആവുന്നത്, സൈ എന്നിൽ 2 വാല്യൂസ് മാത്രമേ അസ്യൂം ചെയ്യുന്നുള്ളൂ അല്ലേ. ഏതൊക്കെയാണ് അത്,
സീറോയും ലാംഡയും. ലാംഡ തന്നിട്ടുള്ളത് എന്താ? ഓൾറെഡി ലാംഡ പോസിറ്റീവ് എന്നാണ്. അപ്പോൾ സൈ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എഴുതാം. ശരിയാണല്ലോ. ഇനി സൈ എന്നിൻ്റെ പ്രത്യേകത എന്താ? വീണ്ടും പറഞ്ഞ് സൈ എൻ രണ്ട് വാല്യൂസ് അസ്യൂം ചെയ്യുന്നുള്ളൂ, സീറോയും ലാംഡയും. എഫിൻ്റെ പ്രത്യേകത എന്താ? എഫ് ഓഫ് എക്സ് ലാംഡയേക്കാളും വലിയ വാല്യൂസിനാണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ലാംഡ ആവുന്ന കേസിൽ എന്തെഴുതാം? സൈ എൻ ഈക്വൽ ടു എഫ് ആവും, അല്ലെങ്കിൽ സൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ആവും. ഓക്കെ, ദെൻ വി ഇൻഫർ ഫ്രം ദ കണ്ടിന്യൂറ്റി ഓഫ് ദ മെഷർ. കണ്ടിന്യൂറ്റി ഓഫ് ദ മെഷറിൽ നമ്മൾ എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്? അത് സെക്ഷൻ 2.5 ഒരു തിയറം 15 ആയിരുന്നു കേട്ടോ. ചെക്ക് ചെയ്യുക. അതെന്തായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? കളക്ഷൻ എ കെ എന്ന് പറയുന്നത് ഒരു എസെൻഡിങ് കളക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ബി കെ എന്ന് പറയുന്നത് ഒരു ഡിസെൻഡിങ് കളക്ഷൻ. നമ്മുടെ കേസിൽ ആകെ ഒരെണ്ണേ ഉള്ളൂ അല്ലേ? ഒരെണ്ണേ ഉള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ഈ ലാംഡ എന്നിൻ്റെ കളക്ഷൻ എടുക്കാൻ പോവാണേ. ഈ ലാംഡ എൻ എന്ന് പറയുമ്പോൾ എന്താ വരിക? ഈ ലാംഡ ഇൻ്റർസെക്ഷൻ -1 to 1 എന്നാണ് വരിക. ഈ ലാംഡ 2 എന്ന് പറയുമ്പോൾ എന്താ വരിക? ഈ ലാംഡ ഇൻ്റർസെക്ഷൻ കുറച്ചും കൂടി വലുതായി, -2 to 2 എന്ന് വരും അല്ലേ? അങ്ങനെ എല്ലാത്തിൻ്റെ യൂണിയൻ വന്നാൽ എന്താ വരിക? ലാസ്റ്റ് ഈ ലാംഡ ഇൻ്റർസെക്ഷൻ -∞ to ∞ എന്നുള്ള പോലെ വരും. ശരിയല്ലേ? ഓക്കെയാണ്. അതെന്താണ്? ഈ ലാംഡയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ആദ്യം നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് മെഷർ ഓഫ് ഈ ലാംഡ ഇൻഫിനിറ്റി എന്നാണ്. അതായത് ഇൻഫിനിറ്റീനെ ലാംഡ ഇൻറ്റു മെഷർ ഓഫ് ഈ ലാംഡ എന്ന് എഴുതാം. ഓക്കെയാണ്. സോ ലാംഡ ഇൻറ്റു മെഷർ ഓഫ്, ഇപ്പോൾ നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്തതിൽ മനസ്സിലായിട്ടുണ്ടാവും. ആദ്യത്തേത് ഈ ലാംഡ ഇൻ്റർസെക്ഷൻ -1 to 1 ആയിരുന്നു. അടുത്തത് ഇതിൻ്റെ സൂപ്പർ സെറ്റാണ്. ഈ ലാംഡ ഇൻ്റർസെക്ഷൻ -2 to 2 ആണ്. അടുത്തത് ഇതിൻ്റെ സൂപ്പർ സെറ്റാണ് ഈ ലാംഡ ഇൻ്റർസെക്ഷൻ -3 to 3 കേട്ടോ. ആ ഒരു ഫോമിലാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് എങ്ങനെ എഴുതാം അപ്പോൾ ഈ ലാംഡേനെ? ഈ ലാംഡ എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ യൂണിയനായിട്ട് എഴുതാം അല്ലേ? സോ ബൈ ദ കണ്ടിന്യൂറ്റി, അപ്പോൾ മെഷർ ഓഫ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അവിടെ എങ്ങനെയായിരുന്നു? മെഷർ ഓഫ് യൂണിയൻ 1 to ∞ എ കെ അസെൻഡിങ് കളക്ഷൻ ആണെങ്കിൽ, ഇപ്പോൾ അസെൻഡിങ് ആണ് വരുന്നത് അല്ലേ? ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു അല്ലെങ്കിൽ k ടെൻസ് ടു ഇൻഫിനിറ്റി മെഷർ ഓഫ് എ കെ. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്ത് വരും? മെഷർ ഓഫ് ഈ ലാംഡ എന്ന് വരും. ഓക്കെ, ദെൻ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മെഷർ ഓഫ് ഈ ലാംഡ n ക്യാൻ ബി റിട്ടേൺ ആസ് ലാംഡ ഇൻറ്റു മെഷർ ഓഫ് ഈ ലാംഡ n ക്യാൻ ബി റിട്ടേൺ ആസ് ഇൻറ്റഗ്രൽ സൈ എൻ ഓവർ ഇ. അപ്പോൾ ഇവിടെ ഈ രണ്ടെണ്ണത്തിനെയും കൂടി നമുക്ക് ഇങ്ങനെ എഴുതാം. ശരിയല്ലേ? സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻറ്റഗ്രൽ സൈ എൻ ഓവർ ഇ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ എഫ് ഓവർ ഇ. അതെന്തുകൊണ്ടാണ്? സൈ എൻ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഫോർ എവരി ഫോർ ഓൾ എൻ. സൈ എൻ ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓൺ ഇ ഫോർ ഓൾ എൻ. ഓക്കെ, അപ്പോൾ ഇത് വരാൻ കാരണം രണ്ട് വശം അപ്പോൾ ഇൻഫിനിറ്റി എന്ന് വരും അല്ലേ? ഓക്കെ, ഇനി ഫൈനൈറ്റ് ആണെങ്കിൽ എന്താ വരാതെ നോക്കാം നമുക്ക്. അപ്പോൾ മെഷർ ഓഫ് ഈ ലാംഡ ഫൈനൈറ്റ് ആണെങ്കിൽ നമ്മൾ ലാംഡ ഇൻറ്റു ഈ ലാംഡ ഇൻഫൈനൈറ്റ് ആണെങ്കിലാണ് നമ്മളതൊരു ബൗണ്ടഡ് ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട്, ഫൈനൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇൻ്റർസെക്ഷൻ -n2 എന്ന് പറയുന്ന വേറൊരു സെറ്റ് കൺസ്ട്രക്ട് ചെയ്തത്. ഇത് മെഷർ ഓഫ് ഈ ലാംഡ, അതായത് ഈ ലാംഡ ഫൈനൈറ്റ് മെഷറാണ്, ഫൈനൈറ്റ് മെഷറായിട്ടുള്ള സെറ്റാണ്. അപ്പോൾ ലാംഡ h ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഈ ലാംഡ എന്ന് ഡിഫൈൻ ചെയ്തു. ഓക്കെ, നേരത്തെ പോലെ h ഡിഫൈൻ അസ്യൂം ചെയ്യുന്ന രണ്ട് വാല്യൂസേ ഉള്ളൂ. ഈ ലാംഡ 1 ആകുമ്പോൾ ലാംഡ എന്ന് വരും, ഈ ലാംഡ 0 ആകുമ്പോൾ h 0 എന്ന് വരും. ഓക്കെ, ഇനി ഈ ലാംഡ മെഷറബിൾ ആണ്, അതുകൊണ്ട് അതിൽ ഡിഫൈൻ ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്, മെഷറബിൾ ആണ്, അതിൻ്റെ സ്കാലർ മൾട്ടിപ്പിൾ മെഷറബിൾ ആണ്. അപ്പോൾ h എന്ന് പറയുന്നത് മെഷറബിൾ കിട്ടി. ഇത് ഫൈനൈറ്റ് ആയതുകൊണ്ട് ബൗണ്ടഡ് ആണ് ആൻഡ് ഓഫ് ഫൈനൈറ്റ് സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ ഔട്ട് സൈഡ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് 0 ആവും. ആൻഡ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു h ലെസ് ദാൻ ഓർ ഈക്വൽ ടു f. നേരത്തെ പോലെ തന്നെ അല്ലേ? എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ആവുന്ന തരത്തിലുള്ള വാല്യൂസാണ് ഈ ലാംഡയിലുള്ളത്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ h എന്ന് പറയുന്നത് മാക്സിമം വരുന്നത് ലാംഡ എന്നുള്ള വാല്യൂ ആണ്. സോ ലാംഡ
എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ലാംഡ ആയതുകൊണ്ട് എച്ച് ലെസ് ദാൻ ഈക്വൽ ടു എഫ് എന്ന് പറയും. ഇനി എച്ചിൻ്റെ ഏറ്റവും മിനിമം വാല്യൂ നെഗറ്റീവ് വരുമോ? ഇല്ല അല്ലേ. ലാംഡ പോസിറ്റീവാണ്, പിന്നെ കൈ ഈ ലാംഡ അസ്യൂം ചെയ്യുന്നൊരു വാല്യൂ 0 ആണ്. അപ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് എന്ന് വരും. ഓക്കെ, നമുക്ക് നേരത്തെ അസ്യൂം ചെയ്യുന്നത് പോലെ നമ്മൾ ലാംഡ ഇൻറ്റു നമുക്കിത് എവിടെ നിന്ന് ഇതാണ് നമുക്ക് വേണ്ടത് അല്ലേ. അതായത് മെഷർ ഓഫ് ഈ ലാംഡ നമ്മളെടുത്ത് തന്നിട്ടുള്ള സെറ്റിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളതല്ലേ. ഈക്വൽ ടു ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ലാംഡ ഇൻറ്റു ഇൻറ്റഗ്രൽ എഫ് എന്നാണ് വേണ്ടത്. അതുകൊണ്ടാണ് നേരത്തെയും അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. അതേപോലെ നമ്മളിവിടെയും ലാംഡ ഇൻറ്റു മെഷർ ഓഫ് ഈ ലാംഡ എന്ന് സ്റ്റാർട്ട് ചെയ്തു, വിച്ച് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എച്ച് ഓവർ ഇ. എന്തുകൊണ്ടാണ്? നേരത്തെ ഞാൻ പറഞ്ഞു എച്ച് എന്ന് പറയുന്നത് ഏത് ഫോമിലാണ് ഉള്ളത്? നമ്മൾ നേരത്തെ ഫൈ ഈസ് ഈക്വൽ ടു സിഗ്മ എ ഐ ഇൻറ്റു ക്യാപിറ്റൽ എ ഐ അല്ലെങ്കിൽ ഇ ഐ എന്നുള്ള ഫോമിൽ നമ്മൾ എഴുതിയിരുന്നില്ലേ? സോറി, കൈ ഇ ഐ എന്നുള്ള ഫോമിൽ അവിടെ എഴുതാം. ഫൈ ഈസ് ഈക്വൽ ടു സിഗ്മ എ ഐ ഇൻറ്റു കൈ എ ഐ എന്നുള്ള ഫോമിലാണെങ്കിൽ എ ഐ എന്ന് പറയുന്നത് ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ഒക്കെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിത് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇൻറ്റഗ്രൽ ഫൈ എന്ന് പറയുന്നത് എന്താണ്? എ ഐ ഇൻറ്റു സിഗ്മ എ ഐ ഇൻറ്റു മെഷർ ഓഫ് എ ഐ എന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഒരെണ്ണത്തിൻ്റെ മാത്രം ലീനിയർ കോമ്പിനേഷനാണ് അല്ലേ. അപ്പോൾ സിഗ്മയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇൻറ്റഗ്രൽ എച്ച് ഓവർ ഇ ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും? ലാംഡ കോൺസ്റ്റൻറ്റ് ബാക്കി മെഷർ ഓഫ് ഇ ലാംഡ അല്ലേ. ദെൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ലെസ് ദാൻ ഈക്വൽ ടു എഫ് ആയതുകൊണ്ട് ഇൻറ്റഗ്രൽ എച്ച് ഓവർ ഇ ലെസ് ദാൻ ഈക്വൽ ടു ഇൻറ്റഗ്രൽ എഫ് ഓവർ ഇ. ഇപ്പം മെഷർ ഓഫ് ഇ ലാംഡ ഫൈനൈറ്റ് ആണെങ്കിലും ഇൻഫൈനൈറ്റ് ആണെങ്കിലും ലാംഡ ഇൻറ്റു മെഷർ ഓഫ് ഇ ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ എഫ് ഓവർ ഇ എന്നാണ് കിട്ടിയത്. സോ വിച്ച് ഇംപ്ലൈസ് മെഷർ ഓഫ് ഇ ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ലാംഡ ഇൻറ്റു ഇൻറ്റഗ്രൽ എഫ് ഓവർ ഇ എന്ന് കിട്ടും. ഓക്കെ, then next proposition, let f be a non-negative measurable function on E. Then integral f over E equal to 0 if and only if f equal to 0 almost everywhere on E. അതാണ് നെക്സ്റ്റ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ എന്താ അസ്യൂം ചെയ്യണേ? എൽ എച്ച് എസ് കറക്റ്റ് ആണെന്ന് അസ്യൂം ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇൻറ്റഗ്രൽ എഫ് ഓവർ ഇ 0 എന്ന് അസ്യൂം ചെയ്തു. ഓക്കെ, തൊട്ട് മുമ്പ് നമ്മൾ ചെബിഷേവ്സ് ഇനീക്വാളിറ്റി പറഞ്ഞതനുസരിച്ചിട്ട് എന്തായിരുന്നു? Measure of x belongs to E such that f of x greater than or equal to lambda less than or equal to 1 lambda into integral f over E. ഓക്കെ, അപ്പോൾ ഈ ഇൻറ്റഗ്രൽ എഫ് ഓവർ ഇ എന്ന് പറയുന്നത് 0 ആണ്. ഓട്ടോമാറ്റിക്കായിട്ട് ഈ സെറ്റ് എന്ത് വരും? മെഷർ എന്ന് പറയുന്നത് നോൺ നെഗറ്റീവാണ്, പോസിറ്റീവാണ് അല്ലേ മെഷർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ വരിക? ഇത് ഓട്ടോമാറ്റിക്കായിട്ട് 0 വരും. അപ്പോൾ ഏത് ലാംഡ പോസിറ്റീവിനും അത് 0 ആണല്ലോ. അപ്പോൾ ഏത് നാച്ചുറൽ നമ്പർ n എടുത്താലും സെറ്റ് ഓഫ് ഓൾ മെഷർ ഓഫ് എക്സ് ബിലോങ്സ് ടു എക്സ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1/n 0 ആയിരിക്കും. ഓക്കെ, ഇനി by the countable additivity of Lebesgue measure of x belongs to x f of x greater than 0 equal to 0. അതെങ്ങനെയാണ് വന്നേ? ഇപ്പോൾ ഞാൻ ഈ n 1 ആവുന്ന കേസാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ വരിക? 1-നേക്കാട്ടിലും വലിയ വാല്യൂസ് എന്ന് വരും. n 2 ആണെങ്കിൽ എന്താ വരിക? n 1 ആണെങ്കിൽ 1-നേക്കാട്ടിലും വലിയ വാല്യൂസ്. n 2 ആണെങ്കിൽ 1/2-നേക്കാട്ടിലും വലിയ വാല്യൂസ്. n 3 ആണെങ്കിൽ 1/3-യേക്കാളും വലിയ വാല്യൂസ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ആദ്യത്തേത് 1-നേക്കാളും വലുതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇതാണെങ്കിൽ ഇതാണ് 1 എങ്കിൽ വേറെ കളർ നോക്കാം നമുക്ക്. 1-നേക്കാട്ടിലും വലിയ വാല്യൂസാണ്. അടുത്തത് 1/2-നേക്കാട്ടിലും വലിയ വാല്യൂസാണ്. പിന്നെ അതിനേക്കാളും ചെറുത് അല്ലേ 1/3, പിന്നെ 1/4-നേക്കാട്ടിലും വലുത്. അപ്പോൾ n ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ എന്താ വരിക? ഇതിൻ്റെ എല്ലാം യൂണിയനാണ് വരിക, ശരിയല്ലേ? ഓക്കെ, അതായത് മെഷർ ഓഫ് സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത് ഈക്വൽ ടു യൂണിയൻ n ഈക്വൽ ടു 1 to infinity മെഷർ ഓഫ് എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/n എന്ന് വരും, ശരിയല്ലേ? ഇനി ഇങ്ങനെയുള്ളപ്പോൾ ഇത്
ഡിസ്ജോയിൻ്റ് അല്ല അല്ലേ, പക്ഷേ സബ് അഡിറ്റീവ് ആവും, മെഷർ സബ് അഡിറ്റീവ് ആവും. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് വരുമ്പോൾ ഈ സെറ്റ് എന്ത് വരും, ഇതിൻ്റെ മെഷർ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് വരും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ മെഷർ ഓഫ് ഈ സെറ്റുകൾ വരും. ശരിയല്ലേ? സോ ഇത് ഓൾറെഡി 0 ആയതുകൊണ്ട് മെഷർ ഓഫ് എക്സ് ബിലോങ്സ് ടു എക്സ്, എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 0 ആണ്. ഓക്കെ, അപ്പോൾ എഫ് ഈക്വൽ ടു 0. ഇതിൻ്റെ അർത്ഥം എന്താ, 0യെക്കാട്ടിലും വലിയ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിന് 0ക്കാട്ടിലും വലിയ വാല്യൂ എവിടേക്ക് വരുന്നുണ്ടോ അങ്ങനെയുള്ള സെറ്റുകൾ അതിൻ്റെ മെഷർ 0 ആണ്. അതായത് കൗണ്ടബിളോ അല്ലെങ്കിൽ ഫൈനൈറ്റോ ആയ പോയിന്റിൽ മാത്രമേ ചിലപ്പോൾ എന്ത് കിട്ടുന്നുണ്ടാവുള്ളൂ, എഫ് ഓഫ് എക്സ് നോൺ 0 ആയിട്ട് കിട്ടുന്നുള്ളൂ. ബാക്കി എല്ലായിടത്തും എഫ് ഓഫ് എക്സ് എന്താണ്, 0 ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് എവരിവർ എന്ന് പറഞ്ഞാൽ എന്താ, എഫ് 0 അല്ലാത്ത ഏതെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പോയിന്റുകളുടെ മെഷർ 0 എന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ ഇതല്ലേ ഇപ്പോൾ നമുക്ക് കിട്ടിയത്. ഓക്കെയാണ്. അതുകൊണ്ട് എഫ് ഈക്വൽ ടു 0 ഓൾമോസ്റ്റ് എവരിവർ എന്ന് പറയാം. ഇനി സപ്പോസ് എഫ് ഈക്വൽ ടു, ഇനി നമ്മൾ കോൺവേഴ്സ് പാർട്ട് പ്രൂവ് ചെയ്യാൻ പോവാണ്. അതായത് ആർ എച്ച് എസ് ട്രൂ ആണെന്ന് സപ്പോസ് ചെയ്തു. എഫ് ഈക്വൽ ടു 0 ഓൾമോസ്റ്റ് എവരിവർ ഓൺ ഇ. ആൻഡ് ഇൻറ്റഗ്രൽ എഫ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് സിമ്പിൾ ഫംഗ്ഷൻസിൻ്റെ അല്ലെങ്കിൽ ബൗണ്ടറി മെഷറബിൾ ഫംഗ്ഷൻസിൻ്റെ ഒക്കെ ടേംസിലാണ് അല്ലേ. അപ്പോൾ അതിനനുസരിച്ചിട്ട് എനിക്ക് സിമ്പിൾ ഫംഗ്ഷൻ ഇൻറ്റഗ്രൽ ഡിഫൈൻ ചെയ്യാനറിയാം, ബൗണ്ടറി മെഷറബിൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാനറിയാം. ഓക്കെ, so here we are considering phi as a simple function and h is a bounded measurable function of finite support with 0 less than or equal to phi less than or equal to h less than or equal to f. Okay, then phi equal to 0 almost everywhere on capital E. എന്തുകൊണ്ടാ, എഫ് ഈക്വൽ ടു 0 ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ എച്ച് ഈക്വൽ ടു എൻ്റെ ഫൈ ഈക്വൽ ടു 0 ഓൾമോസ്റ്റ് എവരിവെയർ ആയിരിക്കും. ശരിയാണല്ലോ? അതായത് അതുകൊണ്ട് ഇൻറ്റഗ്രൽ ഫൈ ഓവർ ഈ 0 ആണ്. സിമ്പിൾ ഫംഗ്ഷൻ നമുക്ക് അങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഇനി ഫൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ആവുന്ന തരത്തിൽ ഉള്ള എച്ചുകളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എഫ് ഓൾമോസ്റ്റ് എവരിവെയർ അത് 0 ആണ്. ഇങ്ങനെയുള്ള എല്ലാ ഫൈകളും ട്രൂ ആണെങ്കിൽ എച്ച് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, ഇൻറ്റഗ്രൽ എച്ച് എന്ന് പറയുന്നത് ലബേക്ക് മെഷർ നമുക്ക് ഇൻറ്റഗ്രൽ ഇൻഫീമത്തിൻ്റെ കേസിലോ സുപ്രീമത്തിൻ്റെ കേസിലോ ഒക്കെ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ എടുക്കാം അല്ലേ. അപ്പോൾ ഇത് ഏത് കേസാണ്, ഇത് ഇങ്ങനെ ഇത് ഫൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ആവുന്ന തരത്തിലുള്ള, ഞാനൊന്ന് എഴുതാം. നമ്മൾ ഇൻറ്റഗ്രൽ എങ്ങനെയാണ് ഓർത്തെടുക്കുക, ഇൻറ്റഗ്രൽ എഫ് ഇസ് ഈക്വൽ ടു സുപ്രീമം ട്ടോ, സുപ്രീമം സെറ്റ് ഓഫ് ഓൾ സിമ്പിൾ ഫങ്ഷൻസിൻ്റെ ഇൻറ്റഗ്രൽ സച്ച് ദാറ്റ് ദിസ് ഫൈ സിമ്പിൾ ആൻഡ് ഫൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓൺ ഇ. ഇങ്ങനെയുള്ള സെറ്റുകളാണ് ഇൻറ്റഗ്രൽ എഫ് എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ ഫൈ 0 ലെസ് ദാൻ ഈക്വൽ ടു ഫൈ ലെസ് ദാൻ ഈക്വൽ ടു എച്ച് ആണ്. ഇൻറ്റഗ്രൽ ഫൈ ഓവർ ഇ എന്താണ്, 0 ആണ്. അപ്പം അങ്ങനെയുള്ള എല്ലാത്തിനും ഇൻറ്റഗ്രൽ ഫൈ ഓവർ ഇ എന്തായിരിക്കും, 0 ആയിരിക്കും. അതിൻ്റെ സുപ്രീമം വാല്യൂ എന്താ വരിക, ഇൻറ്റഗ്രൽ എച്ച് എന്ന് പറഞ്ഞത് ഓട്ടോമാറ്റിക്കായിട്ട് 0 ആണ്. ഓക്കെ ആണേ, ഇൻറ്റഗ്രൽ എച്ച് ഓട്ടോമാറ്റിക്കായിട്ട് 0 ആണ്. എഫ് നോൺ നെഗറ്റീവിൻ്റെ കേസിലാണ് ഇപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞത്, ഇൻറ്റഗ്രൽ എഫ് എന്ന് പറയുന്നത് സുപ്രീമം ഓഫ് സെറ്റ് ഓഫ് ഓൾ ഇൻറ്റഗ്രൽ എച്ച് ഓവർ ഇ സച്ച് ദാറ്റ് എച്ച് ഈസ് ബൗണ്ടഡ് മെഷറബിൾ ഫങ്ഷൻസ് വിത്ത് ഫൈനൈറ്റ് സപ്പോർട്ട് എന്നൊക്കെ വന്നത്. ഇവിടെ നമുക്ക് എന്താ കിട്ടിയപ്പോൾ ഇൻറ്റഗ്രൽ എച്ച് 0 ആണ്. അങ്ങനെയുള്ള ഇൻറ്റഗ്രൽ എച്ചുകളുടെ സുപ്രീമം വാല്യൂ ആണ് ഇൻറ്റഗ്രൽ എഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റഗ്രൽ എഫ് ഓട്ടോമാറ്റിക്കായിട്ട് 0 ആണ്. ഓക്കെ, നെക്സ്റ്റ് തിയറംസ് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം കേട്ടോ.